കിടിലൻ ടേസ്റ്റിൽ പൊട്ടറ്റോ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യമേ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ പൊട്ടറ്റോ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുമായിരിക്കും എന്തിനാണ് കടുക് ചേർക്കുന്നതെന്ന്. ഞാൻ കടുക് ചേർക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് കറിവേപ്പിലയും ഒരു വറ്റൽമുളകും, എരിവിന് ഒരു പച്ചമുളകേ ഞാൻ ചേർക്കുന്നുള്ളൂ. കാരണം എൻ്റെ പച്ചമുളകിന് നല്ല എരിവാണ് കേട്ടോ. അതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരേ ഒരു അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് മഞ്ഞൾ പൊടിയും ചേർത്ത് പൊട്ടറ്റോയും ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിനകത്തിൽ വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോയിട്ട് ഒരു രസം ഉണ്ടാവില്ല. തന്നെയല്ല വെന്ത് കുഴഞ്ഞു പോവുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. നല്ല അടിപൊളി ടേസ്റ്റിൽ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.